നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ്. ഈ വർഷത്തിൽ മുൻവർഷത്തിലെ അബദ്ധങ്ങൾ പിണയരുത് എന്ന പ്രാർത്ഥനയും ശുഭകരമാകണം എന്ന പ്രാർത്ഥനയോടെയുമാണ് ഏവരും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ പുതുവർഷവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരിക്കലും ഉത്രാടം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമല്ല. അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അത് ദോഷകരമായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ തന്നെ പിന്നീട് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിലൂടെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിത്യവും ചെയ്തു പോരുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ചെയ്യുന്ന ചില പുണ്യപ്രവർത്തികളുടെ ഫലം നിങ്ങൾക്ക് വളരെയധികം അനുഭവഭേദ്യമാകുന്ന വർഷം തന്നെയാണ് 2024. അത്തരത്തിൽ വളരെ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കും, അനുകൂലമായി തന്നെ പ്രതിഫലിക്കും എന്ന കാര്യം ഓർക്കുക. ചില പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകം ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ധനം ലഭിക്കുക എന്ന കാര്യമാകുന്നു. അതിന് ചിലർ ബിസിനസ്സിനെ ആശ്രയിക്കും, ചിലർ തൊഴിലിനെ ആശ്രയിക്കും. അത്തരത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പുതിയ തൊഴിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള വർഷം തന്നെയാണ് 2024. നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ ചിലപ്പോൾ ലഭിക്കണം എന്നില്ല, പക്ഷേ ശ്രമിക്കുകയാണ് എങ്കിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഫലം. തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത 2024 കൂടുതൽ തന്നെയാകുന്നു. നാട്ടിൽ മാത്രമല്ല വിദേശത്തും ജോലി ചെയ്യുവാനുള്ള അവസരങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതാണ്. അതിനാൽ ശ്രമം തുടരുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. തീർച്ചയായും ശുഭകരമായി ഭവിക്കും. മറ്റൊരു കാര്യം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. ദമ്പതികൾക്ക് സന്താനഭാഗ്യം കൈവരുന്ന ഒരു വർഷം തന്നെയാണ് 2024. അതിനാൽ സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളെ സൽസന്താനത്തെ തന്നെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാകുന്നു. അതിനാൽ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ അവസരങ്ങൾ തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം ഈ വർഷം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ 2024 ഭാഗ്യവർഷമായി നിങ്ങൾക്ക് മാറും. ജീവിത വിജയങ്ങൾ വളരെയധികം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് എല്ലാ അവസരങ്ങളിലും പ്രകടമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യപരമായി ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസുഖങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2024. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ചെറിയ അസുഖങ്ങളായിരിക്കാം നിങ്ങളെ ബാധിക്കുന്നത്. ആ അസുഖങ്ങൾ ഒരിക്കലും നാം വച്ചുകൊണ്ടിരിക്കരുത്. ചികിത്സ ശരിയായ സമയത്ത് തന്നെ തേടുക. ആ കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി അഥവാ രോഗം ബാധിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് മാറാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. അതേപോലെ തന്നെ പകർച്ചവ്യാധികൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ധനനഷ്ടം സംഭവിക്കാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ വഴിമാറി വിവാഹം നടക്കുവാൻ ഏറ്റവും ശുഭകരമായ ഒരു വർഷം തന്നെയാണ് 2024. അതിനാൽ തന്നെ ഈ വർഷം തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുക. അത് വിജയത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിൽ കലാശിക്കും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. അതിനാൽ അനുയോജ്യമായ ബന്ധം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള വർഷമാണ് പുതുവർഷം. സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതുമാകുന്നു.
എന്നാൽ അത്തരം കാര്യങ്ങൾ നിലനിർത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു. ഒരിക്കൽ ലാഭം കിട്ടിയാൽ പിന്നീട് അത് തുടർച്ചയായി ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുക തന്നെ വേണം. അതിനായി തീർച്ചയായും കഠിന പ്രയത്നങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായി വരും. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങളിൽ അത് കലാശിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകുന്നു. ബിസിനസ്സിൽ നിന്നും ലാഭം വരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. എന്നാൽ അല്പം ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ബിസിനസ് തകരാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് ഇത്. അതിനാൽ ബിസിനസ് ശ്രദ്ധിച്ചില്ല എങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ മുന്നോട്ട് നീങ്ങുവാൻ പാടൂ. ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായി വിനിയോഗിക്കുക എന്ന കാര്യം. അതിലൂടെ ബഹുമാനവും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്ക് സ്ഥാനം വർദ്ധിക്കുന്നതാകുന്നു. അഭിമാനത്തോടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ വർഷമായി തന്നെ മാറാം. ശ്രദ്ധിച്ചില്ല എങ്കിൽ തിരിച്ചാകും ഫലം. അതേപോലെ കാർ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ അത് ഏത് കാര്യത്തിലാണ് എങ്കിൽ പോലും എടുക്കുവാൻ പാടുള്ളതല്ല. ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നിങ്ങൾ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന പല ക്ഷേത്രങ്ങളിലേക്കും ഈ സമയം ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രശസ്തി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ് ഈ വർഷം. പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കല കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച, അതേപോലെ തന്നെ പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. കിട്ടുന്ന അവസരങ്ങൾ അഥവാ ലഭിക്കുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടാം. അവസരങ്ങൾ അതിനാൽ തേടി എത്തുന്നതുമാകുന്നു. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകം സമാധാനമാണ് എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നതാകുന്നു. തീർച്ചയായും 2024 ഇത്തരത്തിൽ മനസമാധാനം ലഭിക്കുന്ന നിരവധിയാർന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ മറക്കാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടദേവത ആരാണ് എങ്കിൽ ആ ഇഷ്ടദേവതയെ നിത്യവും നിങ്ങൾ ആരാധിക്കുക. ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. അതേപോലെ നാം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ക്ഷേത്രമാണ് കുടുംബക്ഷേത്രം. ഏതൊരു അപകടത്തിലും അപകട സമയത്തും ആദ്യം രക്ഷയ്ക്കായി എത്തുക കുടുംബദേവത തന്നെയാകുന്നു. അതിനാൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പരമാവധി ദർശനം നടത്തുവാൻ ശ്രമിക്കുക. സാധിക്കാത്തവർ 6 മാസത്തിൽ ഒരിക്കലോ വർഷത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. പറയുന്നത് പൊതുഫലം മാത്രമാണ് എങ്കിലും ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ 80% ഉത്രാടം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും വന്ന് ചേരാവുന്നതാകുന്നു.